വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കർത്തൃപ്രാർത്ഥനയിലെ അവസാന ഭാഗത്തോടുകൂടി നാം ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡ് കൂടിയിട്ട് ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം അവസാനിക്കും. നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളച്ചൻ. മുഖവര ഒന്നും കൂടാതെ ഇത്രനാൾ നമ്മോട് ഇത് വിശദീകരിച്ചെന്ന അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കർത്തൃപ്രാർത്ഥനയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് നാം ഈ എപ്പിസോഡിൽ കടക്കുന്നത്. അതിലെ രണ്ടാമത്തെ ഭാഗത്തിലെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് അനുസരിച്ച് പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ലീഡസ് എവേ ഫ്രം ടെംപ്റ്റേഷൻ എന്ന ചില ട്രാൻസ്ലേഷൻസ് ആണ്. കൊച്ചുനാൾ മുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ചിന്തയാണിത്. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് കേൾക്കുമ്പോൾ ദൈവമാണോ നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചിന്ത സാധാരണ കോമൺ പാർലൻസിൽ വരുന്നൊരു മീനിങ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നേരെ തിരിച്ചാണ് എൻ്റെ മീനിങ് വരുന്നത്. ദൈവം പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല, പക്ഷേ പ്രലോഭനത്തിൽ വീഴാതെ കാക്കുന്ന ദൈവമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ആ ഒരു വിവേചന ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കണം എന്നുള്ളതാണ്. ഒന്ന് പ്രേക്ഷകർക്കായിട്ട് അത് വിശദീകരിക്കാം. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് തമ്പുരാനോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണോ, അതുകൊണ്ടാണ് ദൈവത്തിനോട് ഉൾപ്പെടുത്തരുതേ എന്ന് പറയുന്നത് എന്നുള്ളൊരു സംശയം പൊതുവെ ആളുകൾക്കുണ്ട്. അത് കൂടുതലൊക്കെ ഉറയ്ക്കാൻ മനസ്സിൽ കാരണം നമ്മുടെ ചില വ്യാഖ്യാനങ്ങളും കൂടിയാണ്, ചില പ്രഭാഷണങ്ങളാണ്. പിന്നെ പഴയ നിയമത്തിലെ ജോബിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ജോബിൻ്റെ പരീക്ഷണം എന്നുള്ള ആ ഒരു ഇതിവൃത്തത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് സഹനത്തിൻ്റെ മൂല്യം ഒക്കെയാണ്, സഹനീയതയെ കുറിച്ച് പറയാനാണ്. പക്ഷേ അതിൽ ദൈവമാണ് ഈ പരീക്ഷകൾ ഇങ്ങനെ ഓരോന്ന് പെർമിഷൻ കൊടുക്കുന്നത് പോലെയൊക്കെ അതൊരു കഥാരൂപത്തിലാണ് ആ സംഭവം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പലരും അത് വളരെ വ്യാജ്യ അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കുന്നതും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില ചിന്തകൾ ആളുകളുടെ ഉള്ളിൽ ഉറയ്ക്കാൻ. വാസ്തവത്തിൽ ദൈവം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലെ 1-ാം അധ്യായം 13-ാം വാക്യത്തിലെ കൃത്യമായിട്ട് ഒരുപക്ഷെ യാക്കോബ് ശ്ലീഹയുടെ ഓഡിയൻസിലെ ആൾക്കാരിൽ അങ്ങനെയുള്ള സംശയങ്ങൾ വന്നിട്ടായിരിക്കാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, തിന്മയാൽ ദൈവം ഒരാളെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ദൈവം ആരെയും പ്രലോഭിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ നടക്കുന്നത് ദൈവം നമ്മളോട് എന്നും വിശ്വസ്തനാണ്. നമ്മുടെ ശക്തിക്ക് അതീതമായ എൻ്റെ കഴിവിന് പരിധിക്ക് അപ്പുറത്തുള്ള പരീക്ഷണങ്ങൾ ഒരിക്കലും ദൈവം എനിക്ക് അനുവദിക്കുന്നില്ല. ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പണ്ടേ മുതൽ. പരീക്ഷണങ്ങളെക്കുറിച്ച് മാത്രമല്ല, ദൈവമേ എൻ്റെ കഴിവിന് ഉപരിയായ ഒരു ഉത്തരവാദിത്വവും എൻ്റെ മേൽ വന്നു ചേരാതിരിക്കാൻ അനുവദിക്കണമേ. കാരണം നമുക്ക് സാധിക്കാത്തൊരു ഉത്തരവാദിത്വം നമ്മളെടുത്തിട്ട് അത് കൊളാക്കി നാട് നശിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എൻ്റെ പേരും നിൻ്റെ പേരും രണ്ടും നമ്മുടെ ആരോഗ്യവും ബാക്കിയുള്ളവരുടെ സമാധാനവും നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഉള്ളത് ഒരു വലിയ കുഴപ്പമില്ലാതെ, പോരായ്മകൾ എന്തായാലും ഉണ്ടാവും, നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ നമ്മുടെ ശക്തിയിൽ കവിഞ്ഞ പ്രലോഭനങ്ങൾ ചില നേരത്ത് ദൈവം നമുക്ക് അയക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ദൈവം ഒന്നും അയക്കുന്നില്ല. അത് ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ്റെ പരിമിതികൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കാനുള്ള ഒരവസരമാക്കി ഇതിനെ മാറ്റണം. ആ പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയതയിലെ, നമ്മുടെ ജീവിതത്തിലെ, മാനുഷികതയിലെ, നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ പല പുതിയ ഗുണങ്ങളിൽ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രലോഭനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന്, അതുണ്ടാകാൻ ദൈവം അനുവദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം അതിനെ കാരണമാകുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യത്യാസം കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് കയറണം. ദൈവം അപ്പോൾ ചോദിക്കുന്ന ചിലരാണ്, എനിക്ക് ഇന്ന ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്, ഇന്ന വശീകരണങ്ങൾ ഉണ്ടാകുന്നത്, ഇന്ന വാസനകൾ ഉണ്ടാകുന്നത്, ഇന്ന സാഹചര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് ദൈവം കാണുന്നില്ലേ, എന്നിട്ട് ദൈവം എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അത് എൻ്റെ കാരണം ദൈവമാകുന്നില്ലല്ലോ. അത് ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ വരുന്നു, യാത്ര ചെയ്യുന്നു എന്നുള്ളത് ദൈവം അറിയുന്നു എന്നുള്ള കാര്യം ശരിയാണ്, ദൈവത്തിന് ആ അറിവുണ്ട്.
പക്ഷേ അത് ദൈവം എന്തുകൊണ്ട് അത് തടഞ്ഞുകൂടെ എന്ന് നമുക്ക് ചോദിച്ചാൽ ദൈവം അത് തടയാൻ നിന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തലാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തലാണ്. ഒപ്പം ആരും ദൈവം നിർബന്ധിച്ച്, ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കയറ്റി വിടണമെന്ന് ദൈവത്തിന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പ്രലോഭനത്തിന് വഴങ്ങുമ്പോൾ മാത്രമാണ് പ്രലോഭനം കുഴപ്പക്കാരനാവുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രലോഭനത്തിന് വഴങ്ങാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മവീര്യവും നമ്മുടെ പ്രസാദപരവും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ ശക്തിയും കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രലോഭനങ്ങൾ വാസ്തവത്തിൽ അവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. സ്വർണം ശരിക്കും തീയിൽ പരീക്ഷിക്കപ്പെടും. അപ്പോൾ അഗ്നിപരീക്ഷയ്ക്ക് ഇടപെടുന്ന ആളുകൾ, അല്ലെങ്കിൽ വഴിപ്പെടേണ്ടി വരുന്ന ആളുകൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇച്ചിരി കനമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്. കുറേ കൂടി ഉന്നതമായ നിലപാടുകളിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് വളരാനും ദൈവികതയിലേക്ക് നമ്മുടെ ജീവിതത്തെ തുറന്നു വയ്ക്കാനും ആശ്രയിക്കാനുമാണ് ഇത് വരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ നമ്മൾ കാണാൻ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് മാനുഷിക അവസ്ഥയിൽ ഈ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാമെന്ന് യേശു കാണിച്ചത് ജീവിതം കൊണ്ട് തെളിയിച്ചു. അവൻ അതിനുള്ള വഴികൾ, സഹായം തരാനായിട്ട് നമുക്ക് നിരന്തരമായ സംവിധാനങ്ങൾ സഭയിലൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ തെറ്റിദ്ധാരണ അങ്ങനെ പലർക്കും വരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇറ്റാലിയൻ ബിഷപ്സ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ഈ പ്രാർത്ഥന ഇറ്റാലിയനിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മലയാളത്തിലെ അർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞത്, പ്രലോഭനങ്ങളിലേക്ക് ഞങ്ങളെ കൈവിട്ട് കളയരുത്. അതായത് പ്രലോഭനങ്ങൾ ഉണ്ടാകരുതെന്നല്ല, പ്രലോഭനം ഞങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ളതിന് പകരം അവരുടെ ആ ഇറ്റാലിയൻ സംസ്കാരത്തിൽ ഈ ഒരു പ്രശ്നം ആളുകൾക്ക് മാറിക്കിട്ടാൻ, അതായത് ദൈവം പ്രലോഭിപ്പിക്കുന്നില്ലെന്നും പ്രലോഭനം അതിൽ തന്നെ തെറ്റല്ലെന്നും പ്രലോഭനത്തിന് നല്ലതായ വശങ്ങളുണ്ടെന്നും അതിലൂടെ നമ്മൾ അതിജീവിക്കുമ്പോൾ, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അത് അതിജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തെങ്കിലേക്കും മനുഷ്യനിലേക്കും ആത്മീയതയിലേക്കും വളരുകയാണെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പ്രലോഭനം അതിൽ തന്നെ ദൈവം ആരെയും പ്രലോഭിച്ച് തെറ്റിലകപ്പെടുത്തുന്നില്ല. ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി അവർ ഈ ഭാഗം ഇങ്ങനെയാണ്, പ്രലോഭനത്തിലേക്ക് ഞങ്ങളെ കൈവിട്ട് കളയുന്ന, ഉപേക്ഷിച്ച് തള്ളിവിട്ട് അവനെ കൈത്താങ്ങാതെ കൊടുക്കാതെ വിടരുത്. അതുപോലെ ഫ്രഞ്ച് മെത്രാന്മാർ സംഘവും ഈ പ്രാർത്ഥന ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഫ്രഞ്ചിൽ പ്രലോഭനത്തിൽ ഞാൻ വീഴാനിടയാക്കരുത് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ ന്യൂവാൻസ്, ഒരു ചെറിയ അർത്ഥതല ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് പ്രലോഭനത്തിൽ ഞാൻ വീഴാൻ അങ്ങനെ ഇടവരുത്തരുത്. അപ്പോൾ ഞാനതുപോലെ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെക്കൊണ്ട് വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല ദൈവമേ, അതുകൊണ്ട് നീയെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള എൻ്റെ കപ്പാസിറ്റിക്ക് പറ്റുന്ന പ്രലോഭനങ്ങളെ തരാവൂ, അല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ് എന്നുള്ള ഉത്തരവാദിത്വം കൂടി എഴുതി ദൈവത്തിന് കൊടുക്കുക. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന അതൊക്കെ ഒരു മനസ്സിൻ്റെ ഓരോ ചെറിയ ചെറിയ രീതിയാണ്. പക്ഷെ എന്തായാലും ഇതിലൂടെ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ദൈവം പ്രലോഭനങ്ങൾ അയച്ച് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുകയല്ല, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്തിലാണ് അത് ആ പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം മനുഷ്യനാവുമ്പോൾ അത് അനുവദിച്ചേ പറ്റുള്ളൂ. പക്ഷേ അനുവദിക്കുന്നത് അതിൽ തന്നെ നന്മയോ തിന്മയോ അല്ല. ആ അവസരത്തെ നമ്മൾ ദൈവസഹായത്താലും നമ്മുടെ പരിശ്രമത്താലും നമ്മൾ അതിനതിജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലക്ഷ്യയുടെ പാതയിലേക്ക് വളരുന്നു. എന്നാൽ അതിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ, പ്രലോഭനത്തിന് വഴിപ്പെട്ടു പോവുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും നമ്മുടെ ആത്മവീര്യവും ധാർമ്മിക ബോധവും നശിക്കുകയും ക്ഷയിക്കുകയും നമുക്ക് മറ്റുള്ളവർക്കുമായിട്ട് നമ്മൾ പോകും. അപ്പോൾ ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്യണമെന്ന്. നമ്മൾ പരീക്ഷിക്കപ്പെട്ടാലേ വിശുദ്ധിയിൽ വളരൂ, അതുകൊണ്ട് അത് ഉണ്ടാകുകയില്ല. പക്ഷെ നമുക്ക് എന്നും വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. നമ്മുടെ കഴിവിനപ്പുറത്ത് ദൈവം നമ്മളെ പരീക്ഷിക്കുകയില്ല. ഈ പ്രാർത്ഥനയുടെ അവസാനത്തെ പ്രാർത്ഥന തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്, ഡെലിവർ ഫ്രം ഇവിൾ. അവിടെ തിന്മ എന്നുള്ളത് തെറ്റ് മാത്രമാണോ അതോ സാത്താനെ, പിശാചിനെയാണോ ഉദ്ദേശിക്കുന്നത്? യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്, ലോകത്തു നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ്. അതുതന്നെയല്ല ഇതിലും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസാനത്തെ രണ്ട് പ്രാർത്ഥനയിലും ഇങ്ങനെയുണ്ട്. ഇപ്പോൾ അതായത് വാസ്തവത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണേ എന്നുള്ളത് ഇനി അവിടെ ഉണ്ടെങ്കിൽ, ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ പിശാചാണ് എന്നെ ഈ രണ്ട് വലിയ ശക്തികൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിവിധ ധ്രുവങ്ങളിൽ നന്മയുടെയും തിന്മയുടെയും ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥനകളാണ് അവസാനത്തെ വരുന്നത്. അപ്പോൾ ഈ സാത്താൻ ആണ് എന്ന്, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തിന്മയുടെ ശക്തി
ശക്തികളിലേക്ക് ഞാൻ അടിമപ്പെട്ട് പോകാതെ എന്നെ കാക്കണമേ എന്നാണ്. അതിൻ്റെ അർത്ഥം സാത്താൻ ആണ് ഇതുപോലെ നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നും ചിന്തിക്കുന്നത് ശരിയല്ല. സാത്താൻ ഉണ്ട് എന്നുള്ള കാര്യം ശരി. ബൈബിളിലെ നമ്മൾ ഉടനീളം സാത്താൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. സാത്താൻ ക്രിസ്തുവിനെ തന്നെ പരീക്ഷിക്കുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിലൂടെ ഒക്കെ ഈ സാത്താൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ പരീക്ഷണങ്ങൾ പക്ഷെ സാത്താൻ വന്ന് നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതുപോലെ ദൈവം നമ്മുടെ പ്രലോഭനത്തിൽ ഉണ്ടാക്കി നമ്മെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താത്തതുപോലെ തന്നെ സാത്താനും നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ സാത്താൻ്റെ ആയി ഉത്തരവാദിത്വം. അപ്പോൾ സാത്താൻ എന്താണ് ചെയ്യുന്നത്? സാത്താൻ്റെ ആ വശീകരണ ശക്തികൾ, വാസനകൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതൊരു സാത്താൻ്റെ മേലേക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ട് നമ്മൾ ഒഴിഞ്ഞു പോവുകയോ രക്ഷപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. അതൊരു എസ്കേപ്പിസം സ്ട്രാറ്റജിയാണ്, ഒളിച്ചോട്ടമാണ്. മനസ്സിലെ എൻ്റെ തിന്മയുടെ ചാച്ചിലുകളിലൂടെ അതിനെ ഉണർത്തി സാത്താൻ എന്നെ പരീക്ഷിക്കുന്നു. അതിന് പുതിയ പുതിയ രൂപങ്ങളുണ്ടാവും. അടിസ്ഥാനപരമായിട്ട് ഈ തിന്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അഹംബോധമായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. നമ്മുടെ സ്വാർത്ഥത, ഞാൻ ഈ വികാരത്തെ പല രൂപത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില അവസരത്തിൽ നമുക്ക് ഭയങ്കര അഹന്ത, നമ്മളെന്തെങ്കിലും ചെറിയൊരു നേട്ടം ഉണ്ടാകുമ്പോൾ അപ്പോൾ അഹന്തയെ നമ്മൾ നിയന്ത്രിച്ച് വന്നു കഴിയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു തിന്മ നന്മയുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ പുറത്തു വരിക. കാരുണ്യം കാണിക്കണം. പക്ഷെ കാരുണ്യം കാണിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ കാരുണ്യം മൊത്തം പോയി. അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ വലിയൊരു കുറ്റബോധത്തിലേക്ക് വരും. പബ്ലിസിറ്റി ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ ആകെ നിരാശയിലായി. പിന്നെ ഇങ്ങനെ ഈ അഹം പല രീതിയിൽ കളിക്കും. ഈ അഹത്തിൻ്റെ കളികൾ ആലോചിച്ച ആത്മീയ അന്വേഷണത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, ആത്മീയ പരിശോധന ചെയ്യുമ്പോൾ ഭയങ്കര ഈ പിശാച് എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിപ്പെടുത്തുന്ന സാധനമൊന്നുമല്ല. ഏദൻ തോട്ടത്തിൽ തന്നെ അവൻ ഭയങ്കര ബുദ്ധിമാനാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഈ സെമിനാരിയിലെ പിള്ളേരെ ഈ ഓരോ ബൈബിൾ സ്കിറ്റൊക്കെ അവതരിക്കുമ്പോൾ ഈ പിശാചിനെ എപ്പോഴും കറുത്ത കുറേ ഇതൊക്കെ അടിച്ച് ഓവാല് പോലെയൊക്കെ അടുപ്പിച്ച് ആകെ പെഴുന്ന നാവും പല്ലൊക്കെ ഇത്രയൊക്കെ ആക്കി. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പേടിപ്പിച്ച് പിശാചിനെ അവതരിപ്പിക്കല്ലേ മക്കളെ. പിശാചൊക്കെ പുതിയ രീതിയിലായില്ലേ, നല്ല സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി മൊബൈൽ അത്രയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഇന്നത്തെ പിശാച് വരുന്നത്. നല്ല ഓഫറുകൾ കൊടുത്തുകൊണ്ടാണ് അവൻ വരുന്നത്. അപ്പോൾ പിശാചിൻ്റെ രൂപങ്ങൾ ഇന്നത്തെ ഉത്തരാധുനിക കാലഘട്ടത്തിൽ വളരെ പുതിയ ഐഡിയോളജി ആയിട്ടാണ്. പ്രാഗ്മാറ്റിസം, രണ്ടെണ്ണെടുത്ത ഒരെണ്ണം ഫ്രീ എന്ന് പറഞ്ഞത്. രണ്ടെണ്ണെടുത്ത ഒരെണ്ണം ഫ്രീ. ഞാൻ മറ്റോടത്തേക്ക് പോയി ഇന്ത്യ മുഴുവൻ കറങ്ങി, അതിൽ പോയപ്പോൾ എല്ലാ സ്ഥലവും അടുത്തുള്ള സ്ഥലങ്ങളും എനിക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവനെ നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക, ആ സാത്താൻ വാസ്തവത്തിൽ ഭയങ്കര പേടിപ്പിക്കണ പോലെ വന്നിട്ട് എന്നിട്ട് കൂകിയിട്ടൊന്നും വന്നിട്ട് ഹവ്വയെ പേടിപ്പിക്കുകയും ചെയ്തില്ല. വളരെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഏറ്റവും അദമ്യമായ ആഗ്രഹമാണ് നിത്യമായി ജീവിക്കണം. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള കൽപ്പന എന്താണ്? നിങ്ങൾ ഏത് പഴം വേണമെങ്കിൽ കഴിച്ചോ, പക്ഷേ നടുക്കലെ മരത്തിൻ്റെ ഫലം കഴിക്കരുത്. അത് ജീവൻ്റെ നന്മതിന്മകളുടെ ഒരു. അപ്പോൾ അവർ പിശാചി വളരെ സൂത്രം. അപ്പോൾ ആ നന്മതിന്മകൾ ഏതാണെന്ന് നിനക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താടാ ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല കൂട്ടത്തിലൊരു ചെറിയൊരു ബുദ്ധി കൂടിയും പറഞ്ഞു കൊടുത്തു. അതെ, നീയും അവനെ പോലെ ആകും, ഒപ്പെത്തും, ദൈവത്തിനോടൊപ്പം എത്തുമെന്ന്. ദൈവത്തിനെ പേടിയുള്ളതുകൊണ്ടാണ്, അസൂയുള്ളത് കൊണ്ടാണ് നിന്നെ ഇവിടെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞ്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ അഹത്തെ, സ്വാർത്ഥതയെ വളരെ മനോഹരമായി പ്രോത്സാഹിപ്പിച്ച് ഉദ്യോഗിപ്പിച്ചിട്ടാണ് അവൻ ഹവ്വായെ എന്ന് പറയുന്ന ആ കഥ. അതൊരു കഥയാണ് തീർച്ചയായിട്ടും. സ്ത്രീ എന്നിട്ട് എന്താണ് പറയണത്? മെല്ലെ പോയിട്ട് അത് ഭർത്താവിന് കൊടുത്തു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഷെയറിങ് അല്ലേ അവൾ ചെയ്തത്. അവളൊരു കാര്യം ഒറ്റയ്ക്ക് കഴിക്കണില്ല, കിട്ടിയത് ഞാൻ മാത്രം നിത്യമായി ജീവിക്കട്ടെ എന്ന് അവൾ വിചാരിച്ചല്ലോ. എൻ്റെ ഭർത്താവ് നിത്യമായി ജീവിക്കണം എന്ന് അവൾ വിചാരിച്ചല്ലോ. എന്നൊക്കെ എൻ്റെ കുടുംബവും രക്ഷപ്പെടട്ടെ. ആ രീതിയിലാണ് അവനും ആദ്യം അത് എടുത്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവളും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതാണ് പിശാചിൻ്റെ വല എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഞങ്ങൾ നക്തരാണ്. പിന്നെ പിശാചിനെ അത് കാണാൻ പിന്നെ പിശാചില്ല. അപ്പോൾ ഈ നമ്മൾ കാണുന്നത് വളരെ മര്യാദക്കാരനായിട്ടും
വളരെ ഡിപ്ലോമസി കളിച്ചുകൊണ്ടും വളരെ വലിയ ആശയങ്ങളുമായിട്ടും വലിയ പുതിയ തന്ത്രങ്ങളും ഗഡ്ജറ്റ്സും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ലഹരിയുടെ രൂപത്തിൽ പിശാചി ഇങ്ങനെ കയറുകയാണ്. കാരണം ഒരു തലമുറ 25 വർഷമൊക്കെയാണല്ലോ ഒരു തലമുറ. ഒരു 25 വർഷത്തെ ചെറുപ്പക്കാർ നശിച്ചാൽ പിന്നെ ആ രാജ്യം നശിച്ചു, ആ നാട് നശിച്ചു, അവൻ്റെ തല പോയി, പിന്നെ ഭാവി. അപ്പോൾ ഏത് രീതിയിലാണ്, പക്ഷേ നമ്മൾ കാണുന്നത് നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കും, അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സാത്താനല്ല അത് ജയിക്കുന്നത്, പക്ഷേ സാത്താൻ്റെ ശക്തികളാണ് ഈ തിന്മയുടെ ശക്തികൾ. ആ തിന്മയുടെ ശക്തികൾക്ക് ഞാൻ അടിമപ്പെടുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, സാത്താൻ്റെ ഉത്തരവാദിത്തമല്ല. അത് എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അത് വെളിപാട് 12 പറയുന്നുണ്ട്, അവൻ സ്ത്രീയെ പിന്തുടർന്നു, അവളെ പിടികിട്ടിയില്ല, അവൻ അലർന്ന സിംഹത്തെ പോലെ ഇവിടെ ഉണ്ട്. അവൻ ഓടി നടക്കുവാണ്. ജാഗ്രത വേണം, ജാഗ്രത വേണം. അപ്പോൾ പക്ഷെ ദൈവം ഇതിനെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ചെടികളോടൊപ്പം കളകളെയും വളർത്തുന്നു. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. ഈ കളകളെ കൊണ്ട് പറിച്ചു കളഞ്ഞാൽ പിന്നെ ചെടികൾ മാത്രമായിട്ട് നിർത്തിയാൽ പോരെ. പക്ഷെ അത് പറയുന്നത് കള നിങ്ങൾക്ക് തന്നെ പറിച്ചപ്പോൾ അതിൻ്റെ കൂടെ നല്ലത് പോകുന്നതാണ് പറയുന്നത്. കാരണം കളകളുടെ വേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടിക്കെടുക്കുന്നതുകൊണ്ടായിരിക്കാം മനുഷ്യരുടെ നല്ല മനുഷ്യർ മാത്രമായിട്ടൊരു ലോകത്ത് ഉണ്ടാവില്ല. അല്ല, വേർതിരിവ് എൻ്റെ കൺട്രോളിൽ വരുന്ന കാര്യമല്ല, സാധിക്കില്ല. മാത്രമല്ല ദൈവം തിരിവിരിക്കുന്ന നല്ല മനുഷ്യനും ഒരു മനുഷ്യൻ എപ്പോഴും നല്ലതും എപ്പോഴും ചീത്തയുമല്ല. അപ്പോൾ നല്ല മനുഷ്യനും ഈ മോശം മനുഷ്യനായിട്ട് ഒരാൾ തന്നെ പല സമയങ്ങളിലും മാറാം. അപ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിനെ കാത്തിരിക്കാൻ വലിയ കഴിവുണ്ട് എന്നാണ്. കാത്തിരിപ്പ് ദൈവത്തിൻ്റെ ഒരു കലയാണ് എന്നാണ് മാർപ്പാപ്പ അതിലെ എഴുതുന്നത്. ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ കളകളായിട്ട് വരുന്ന കാര്യം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല വിത്തുകളോടൊപ്പം വളർന്ന് സൽസ്വഭാവം പഠിച്ച് നല്ലതിലേക്ക് മാറാം. അല്ല, വിശുദ്ധരുടെ കഥകൾ മുഴുവൻ ഭൂരിഭാഗം അങ്ങനെയാണല്ലോ അല്ലേ? എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവർ ചിലവരൊക്കെ മെച്ചപ്പെട്ട. അഗസ്തീനോസിൻ്റെ ഒക്കെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ചില പള്ളികളിലൊക്കെ പെരുന്നാൾ അതായിരുന്നു. അപ്പോൾ കാർന്നന്മാർ പണ്ട് പറയാറില്ലേ, കാലം തെളിയിക്കും, കാലം പൊറുക്കും, സമയം വേണം, എല്ലാത്തിനും സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ആയിരിക്കുന്നിടത്തോളം കാലം കർത്താവും ആഗ്രഹിച്ചില്ല ക്രിസ്ത്യാനികളായ ആളുകൾ വളരെ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഒരു പ്രത്യേക സെക്റ്റ് മാത്രമായിട്ട് വേറെ തിന്മയുടെ സ്വാധീനമുള്ള ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടാതെ ഏതോ അറയിൽ സൂക്ഷിക്കുന്നത് പോലെ അങ്ങനെ സൂക്ഷിക്കണമെന്ന്. കാരണം നമ്മുടെ ഉത്തരവാദിത്വം ക്രൈസ്തവൻ്റെ മാത്രമല്ല, എല്ലാ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് ലൗകായികമായ വ്യാപാരങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും ആ ലൗകായികമായ വ്യാപാരങ്ങളെ സംസ്കരിച്ച് അവിടെ ദൈവത്തിൻ്റെ ഇംഗിതം നടപ്പിലാകുന്ന രീതിയിൽ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും അങ്ങനെ ചെയ്ത് നന്മയെ വിജയിപ്പിച്ച് ഇത് ദൈവത്തിൻ്റെ രാജ്യമാക്കി തീർക്കുക എന്നുള്ള ഒരു സ്വപ്നമാണ് വാസ്തവത്തിൽ. പത്രോസിനോട് മലയുടെ മുകളിൽ ഉപദേശിച്ചു കൊടുത്തല്ലോ, നമുക്ക് ഇവിടെ കൂടാം, നല്ല ക്ലൈമറ്റ് ആണ്. അതെ അതിപ്പോൾ പുള്ളിയാകുമ്പോൾ ഇങ്ങനെ വാനമേഘങ്ങളിൽ ഇങ്ങനെ പരിശുദ്ധൻ എന്ന് പറഞ്ഞു നിങ്ങൾ മാത്രമേ നമ്മൾ മാത്രമേ ഉള്ളൂ, 3 പേര് കൂടെ ജീവിക്കാൻ. നാട്ടിലേക്ക് പോയ പ്രശ്നം. അപ്പം അങ്ങനെ ഒരു ഒളിച്ചോട്ടം അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ തന്നെ ആയിരിക്കണം. ലൗകിക കാര്യങ്ങളിലെല്ലാം നമുക്ക് പണം വേണം, അധികാരം വേണം, പിന്നെ ബന്ധങ്ങൾ വേണം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതെല്ലാത്തിൻ്റെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം, ഈ സാത്താൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയേക്കാളും കൂടുതലൊന്നുമല്ല. നമ്മൾ ചില ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളെന്തിനീ കാണുന്നത് പിശാചിൻ്റെ അടുത്തേക്ക് പോണേ? മാമോദീസ സ്വീകരിച്ചതല്ലേ, വിശുദ്ധ കുർബാന സ്വീകരിച്ചതല്ലേ, സ്ഥൈര്യലേപനം സ്വീകരിച്ചതല്ലേ, ദൈവവചനം വായിക്കുന്നതല്ലേ, മോൻ തന്നെ കൊന്തയിട്ടിട്ടുണ്ട്, വെന്തിങ്ങി ഇട്ടിട്ടുണ്ടല്ലോ, മോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ട്, പിന്നെ പിശാചാണ് എന്നെ ഭരിക്കുന്നത് എന്ന് പിശാചിൻ്റെ പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനാവശ്യമായ ഭയങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ ഛായയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യമാണ്, ദൈവത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള അവബോധത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ പിന്നെ ഈ പിശാചാണ് ഇതൊക്കെ ചെയ്യിക്കണേ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവില്ല. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തെ, ദുഷ്ടനിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയല്ല, ദുഷ്ടനോട് പൊരുതി, ദുഷ്ടൻ്റെ സ്വാധീനങ്ങളോട് പൊരുതി നന്മയുടെ കൂട്ടുപിടിച്ച്, ദൈവത്തിൻ്റെ കൂട്ടുപിടിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം. ഇതിലവസാനം ഒരു സ്തുതിപ്പുണ്ട്, എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം അങ്ങേ. അതൊരു ഡോക്സോളജി. ആ കടത്തപ്പാടത്തിൻ്റെ ആദ്യത്തെ
നിന്റെ നാമം, നിന്റെ രാജ്യം, ആ 3 കാര്യങ്ങൾ. അത് എൻ്റെ ഒരു റെപ്യൂട്ടേഷൻ. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, അതിൻ്റെ ഒരു തരം റിപ്പീറ്റേഷനാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ യഹൂദ പ്രാർത്ഥനയിലൊക്കെ ആ സ്റ്റാർട്ടിങ്ങിന് വീണ്ടും കൺക്ലൂഷൻ അങ്ങനെ വരും. വാസ്തവത്തിൽ ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ ഒരു വ്യവസ്ഥിതി ഈ ലോകത്തിൽ നമ്മളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ജീവിതക്രമങ്ങളിൽ എല്ലായിടത്തും നിലനിൽപ്പുണ്ടായിട്ട് മനുഷ്യന് സമാധാനവും സന്തോഷവുമുള്ള ഒരു നല്ല ഇന്നുകൾ ഇവിടെ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ആധിപത്യമുള്ള ഒരു ലോകം, ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഇവിടെയുള്ള, ദൈവത്തിൻ്റെ രാജ്യമായി തീരുന്ന, ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കപ്പെടുന്ന, ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കർത്തൃ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡ് മാത്രമല്ല, ഈ സീരീസിൻ്റെ തന്നെ, ഈ സീരീസിൻ്റെ കാരണം സാർവത്രിക മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം, അത് ഇപ്പോൾ 285 285 എപ്പിസോഡ്സാണ് പൂർത്തിയായത്. അത് ഗുഡ്നസ് TV-യിലെ എനിക്ക് തോന്നുന്നത് തൊണ്ടിപ്പറമ്പലച്ചൻ, മരിച്ചുപോയ ജോസഫ് തൊണ്ടിപ്പറമ്പലച്ചനാണ് അന്ന് തുടങ്ങി വെച്ചത്. ബിജു തോമസ് എന്നൊക്കെ പറയുന്ന ഒരാളുമായിട്ട് ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 100 എപ്പിസോഡായപ്പോൾ തൊണ്ടിപ്പറമ്പലച്ചൻ ദൈവത്തിൻ്റെ പക്കലേക്ക് പോയി. അച്ഛൻ ഹോളി ലാൻഡിൽ വെച്ചിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛൻ ആഗ്രഹിച്ച പോലെ ഹോളി ലാൻഡിൽ വെച്ച് അവിടെ നിന്ന് പോരുന്നതിൻ്റെ 2-3-4 മണിക്കൂറുകൾക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും മരിക്കുകയും ചെയ്തു. അച്ഛൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരുങ്ങിയാണ് പോയിരുന്നത്, ഇവിടെ എല്ലാം എഴുതി വെച്ചാണ് പോയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പിന്നീട് ഏറ്റെടുത്ത്, അങ്ങനെ സാറും ഞാനും കൂടി. അപ്പോൾ നമുക്ക് ഇത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായിരുന്നു. സാർവത്രിക മതബോധനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു അവസരമാണ് ഗുഡ്നസ് TV നമുക്കുണ്ടാക്കിയത്. അത് പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചപ്പോൾ അത് ഒരു വലിയൊരു സേവനമായിട്ട് ഗുഡ്നസ് TV-യുടെ അത് കണ്ട ആളുകൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഒരുപാട് കാറ്റീസ് അധ്യാപകർക്ക്, ദൈവശാസ്ത്രം പഠിക്കുന്നവർക്ക് ഒക്കെ വളരെ ലളിതമായിട്ട് സഭ എന്താണ് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്, അതെങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് എത്ര കാലവും ഇതിൻ്റെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് ഉണ്ടോ, എന്നും വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ദൈവത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ്, ഈ സീരീസ് ഇതിനെ വിരാമമിടുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അച്ഛന് നന്ദി പറയുന്നു. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ പ്രാർത്ഥിക്കാനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയുന്നത്. അതേസമയം എല്ലാം നമ്മിൽ ആശ്രയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ പ്രവർത്തിക്കാം. ഈ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ വിശദമായ ഈ വിശദീകരണം കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.